ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴതോറി മുമ്പേ സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒടുവിൽ കോടതി മുറിയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അലീന ആ സത്യം പുറത്തു കൊണ്ടുവരികയാണ്. തന്റെ അനിയൻ നിരപരാധിയാണെന്നും അവൻ ഒരിക്കലും ശരണ്യയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും അലീന തന്നെ എല്ലാവർക്കും മുമ്പിൽ തെളിയിക്കുകയാണ്. മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും തല്ലുകയും ചെയ്തപ്പോൾ പോലും അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെയുള്ള സത്യങ്ങൾ ശരണ്യ അലീനയോട് തുറന്നു പറയുന്നുണ്ടല്ലോ. അതറിയുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് ഷോക്കാവുന്നുണ്ടെങ്കിലും അലീന അറിഞ്ഞ സത്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രനോടും മനുവിനോടും തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. തന്റെ മകൻ നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ മോൻ എന്തിനാണ് ജയിലിൽ കഴിയുന്നതെന്നും എത്രയും വേഗം അവനെ പുറത്തിറക്കണമെന്നും ബാലചന്ദ്രൻ ഉറപ്പിച്ച് പറയുകയാണ് കേട്ടോ. എന്നാൽ അതിന് പോസിബിൾ ആയിട്ടുള്ള ഒരു വഴിയും തന്നെ ഇല്ലായിരുന്നു. രോഹിത് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവനും അന്ന് ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നല്ലോ. മറ്റു കൂട്ടുകാർക്കൊപ്പം അവനും ആ ഉദ്ദേശത്തോടെയല്ലേ അവിടെ എത്തിയത്. എന്നിട്ട് ഭയം കൊണ്ട് പിന്മാറിയതല്ലേ. അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആ പ്ലാനിങ്ങിലേക്ക് അവനും ഒരു പങ്കാളിയായിരുന്നു എന്നൊക്കെ അലീന പറയുക കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ രോഹിത്തും തെറ്റുകാരൻ തന്നെയാണ്. അവൻ അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ അന്ന് പങ്കാളിയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ അലീനയും മനുവും പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അത് അങ്ങോട്ടേക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാനാവുന്നില്ല കേട്ടോ. ഹരി ശരണ്യെ ചതിച്ചല്ലേ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അതുപോലെ രോഹിത്തിനോടും ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയതാവുമെന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. രോഹിത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് ബാലചന്ദ്രൻ ഉറപ്പിച്ച് പറയുമ്പോഴേക്കും അലീനയ്ക്ക് അത് ഭയങ്കര ഒരു ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ശരണ്യയുടെ അടുത്തേക്ക് താൻ പോയതും അവളെ ആശ്വസിപ്പിച്ചതും അവൾക്ക് ധൈര്യം പകർന്നതും ഒക്കെ ഇനി ഇതിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുകയല്ലേ. അവസാനം ഇതും എൻ്റെ തലയിലേക്ക് തന്നെ വരും. ഞാൻ അവളെ സ്വാധീനിക്കാൻ വേണ്ടി ആയിരിക്കും അങ്ങോട്ടേക്ക് പോയെന്നല്ലേ എല്ലാവരും പറഞ്ഞുണ്ടാക്കുക. ഇപ്പൊ തന്നെ സമുദായക്കാരും പാർട്ടിക്കാരും ഒക്കെ അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കോടതിയിലെ 4 പേർക്കുമെതിരെ മൊഴി പറയാനാണ് അവരെല്ലാവരും ശരണ്യോട് പറഞ്ഞേക്കുന്നത്. പോലീസുകാരുടെയും നാട്ടുകാരുടെയും ആ സമുദായക്കാരുടെയൊക്കെ സമ്മർദ്ദം കൊണ്ടാണല്ലോ അവൾ രോഹിത്തിന്റെ പേരും കൂടി പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് ചെയ്യാനാവും എന്നൊക്കെ തന്നെ അലീന ഇങ്ങനെ ചോദിക്കുകയാണ്. ഇനി അഥവാ ഞാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ശരണ്യയ്ക്ക് ഒരു പക്ഷേ കോടതി മുറിയിൽ എല്ലാവരുടെ മുമ്പിൽ ഇത് വിളിച്ചു പറയാനായെന്ന് വരില്ല. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സമുദായക്കാരുടെയൊക്കെ കടുത്ത സമ്മർദ്ദം കൊണ്ട് ഒരുപക്ഷെ കോടതി മുറിയിൽ അവൾ മൊഴി മാറ്റി പറഞ്ഞേക്കോ എന്നുള്ളൊരു ഭയവും ഉണ്ട്. അത് മാത്രമല്ല പോലീസിന്റെ ഭാഗത്തു നല്ല ഇടപെടലുകളും ഈ കേസിനെ സങ്കീർണമാക്കുന്നുണ്ട്. രോഹിത് നിരപരാധിയാണെന്ന് പോലീസുകാരോട് ശരണ്യ തുറന്നു പറഞ്ഞെങ്കിലും പോലീസുകാരാണല്ലോ കേസിന് ബലം കിട്ടാൻ വേണ്ടി രോഹിത്തിന്റെ പേരും കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചുപോയി നിൽക്കുകയാണ് കേട്ടോ അലീന. ഇടയ്ക്ക് രോഹിത്തിനെ കാണാൻ ജയിലിൽ പോയപ്പോൾ പോലും ബാലചന്ദ്രന്റെ മനസ്സ് വല്ലാണ്ട് പിടയ്ക്കുന്നുണ്ടായിരുന്നല്ലോ. അവനെ കാണാൻ കഴിഞ്ഞെങ്കിലും അവന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം അത് ബാലചന്ദ്രനെ ഒരുപാട് മാനസികമായി തളർത്തിയിട്ടുണ്ട്. അന്ന് രോഹിത് ബാലചന്ദ്രനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ബാലചന്ദ്രന്റെ മനസ്സിൽ ആകെ ഒരു വല്ലാത്ത വിഷമം തന്നെയാണ്. തനിക്കിനി ജാമ്യമൊന്നും വേണ്ട, താൻ ഇനി പുറത്തിറങ്ങുന്നില്ല, ആൾക്കാരെ ഫേസ് ചെയ്യാൻ എനിക്ക് ആവില്ല, ഞാൻ ഇവിടെ കിടന്ന് ചത്തുപൊക്കോളാം, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇനി ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ രോഹിത് അന്ന് പറഞ്ഞത്. മാനസികമായി തളർന്നുപോയ മകനെ വീണ്ടും കാണാനായിട്ട് ബാലചന്ദ്രൻ ജയിലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. കൂടെ അലീനയും ഉണ്ട്. ബാലചന്ദ്രനെ കാണാൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് പോലീസുകാരുടെ സമ്മർദ്ദം മൂലം രോഹിത് ബാലചന്ദ്രന്റെ മുമ്പിലേക്ക് എത്തുകയാണ്. മോൻ ഇനി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട എന്നും മോൻ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള സത്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയെന്നും പറയുകയാണ് ബാലചന്ദ്രൻ. അത് ശരണ്യ തന്നെ തുറന്നു പറഞ്ഞതാണെന്നും പോലീസുകാരുടെയും നാട്ടുകാരുടെയും അതുപോലെ ആ കുട്ടിയുടെ വീട്ടിലുള്ളവരുടെയൊക്കെ സമ്മർദ്ദം കൊണ്ടാണ് ആ കുട്ടി അന്ന് പോലീസിനോട് മോന്റെ പേരും കൂടി പറഞ്ഞുവെന്നും നിന്നെ കൂടി പ്രതിയാക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ ഇതിനകത്ത് വലിയൊരു നാടകം കളിച്ചു എന്നൊക്കെ ബാലചന്ദ്രൻ രോഹിത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇനിയും അതോർത്ത് മോൻ ഇങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, മോൻ തിരിച്ച് ജീവിതത്തിലേക്ക് തന്നെ വരണം. ഒരു കുറ്റവും ചെയ്യാത്ത നിന്നെ അവരെല്ലാവരും കൂടെ ചതിച്ചതാണെന്നും നിന്നെ ഈ അച്ഛൻ പുറത്തു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് രോഹിത്തിനെ. ശരണ്യെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ലെന്നും ഞാൻ നിരപരാധിയാണെന്നൊക്കെ അച്ഛനും അതുപോലെ എല്ലാവരും മനസ്സിലാക്കിയല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ രോഹിത്തിന് ഒരു ആശ്വാസം ആവുന്നുണ്ട്. അതോടൊപ്പം താൻ ജയിൽ മോചിതനാകാൻ പോവുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് സന്തോഷം കൊണ്ട് പൊട്ടി കരയുകയും ചെയ്യുകയാണ് കേട്ടോ. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിയുമെന്ന് രോഹിത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരണ്യെ കാണാനും അവളെ ആശ്വസിപ്പിക്കാനും അലീന അങ്ങോട്ടേക്ക് ചെല്ലുമെന്നോ ശരണ്യ അലീനയോട് സത്യങ്ങൾ തുറന്നു പറയുമെന്നോ ഒന്നും തന്നെ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. എന്തായാലും അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ നിരപരാധിയാണെന്നും ശരണ്യ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സ് തുറന്ന് രോഹിത്തും ബാലചന്ദ്രനോട് പറയുകയാണ്. ഹരിയ എല്ലാത്തിനും കാരണം. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ മോനെ, ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം, അവൻ നിന്നെ ജയിലിലാക്കുമെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചത് കണ്ടില്ലേ. ഇനിയെങ്കിലും നീ അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം. നിനക്ക് തിരുത്തി ജീവിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. അവന്മാരുടെ കൂടെ കൂടിയാൽ നിന്റെ ജീവിതം ഇനിയും പാഴായി പോകത്തേ ഉള്ളൂ. ഇപ്പം രക്ഷപ്പെട്ടതുപോലെ ഇനി ഒരിക്കലും നിനക്ക് അവരുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് നീ ഇനി അതൊക്കെ മനസ്സിലാക്കി വേണം ജീവിക്കാനെന്നൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതൊക്കെ എത്ര ശരിയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ തെറ്റ് ചെയ്തു പോയി അച്ഛൻ എന്നോട് പൊറുക്കണം. അതുപോലെ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ലാതെ പോയി. എന്നെ ഹരിയും ഹരിയുടെ കൂട്ടുകാരും കൂടി നിർബന്ധിച്ചതാണെന്നും ഞാൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിനെനിക്ക് ആയില്ല. ഞാൻ അവരുടെ ചതിയിൽ വീണുപോയി ഒരു കാര്യം എനിക്ക് ഉറപ്പാച്ചാ, ഞാൻ ആ പെൺകുട്ടിയുടെ ദേഹത്തൊന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല.
എനിക്ക് ആകെ അങ്ങ് സമനില തെറ്റിയതുപോലായി. ഞാൻ വലിയൊരു ചതിയുടെ ഭാഗമായി പോയെന്നും ഇനി ഇതിൽ നിന്ന് ഒരിക്കലും കരകയറാൻ കഴിയില്ലെന്ന് ഓർത്ത് ഇനി മുന്നോട്ടൊരു ജീവിതം പോലും വേണ്ടെന്നോർത്താ ഞാനിവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും എനിക്കിപ്പോൾ ആശ്വാസമായി അച്ഛ എന്നൊക്കെ തന്നെ രോഹിത്ത് പറയുകയാണ്. എന്നിട്ട് രോഹിത്ത് പറയുന്നുണ്ട്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാനന്ന് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവിടെ പോയത്. ആ ഹരിയും ഹരിയുടെ ഫ്രണ്ട്സും കൂടെ ഓരോന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവർ പറഞ്ഞെടുത്തോട്ട് പോവില്ലായിരുന്നു. ഞാൻ ഒരിക്കലും അവന്മാരുടെ ചതിക്ക് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു അച്ഛാ. ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്തതെന്ന് ഇപ്പം എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. അവന്മാരുടെ ആ ഒരു പ്ലാനിങ്ങിൽ ഞാനും ഒരു പങ്കാളിയായിരുന്നല്ലോ. അത് ഓർക്കുമ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും തെറ്റിന് കൂട്ടു നിന്നവനാണല്ലോ എന്നൊക്കെ ഉള്ളൊരു കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ടെന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോനെ കഴിഞ്ഞത് കഴിഞ്ഞുപോയി, ഇനി അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. നീ നിരപരാധിയാണെന്നൊക്കെ ഉള്ളത് അച്ഛന് മനസ്സിലായി. എന്നാലും നിന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് അത്ര എളുപ്പത്തിലൊന്നും ഊരെടുക്കാൻ കഴിയില്ല. അതിനൊക്കെ ഒരുപാട് നൂലാമാലകളുണ്ട്. പിന്നെ ശരണി ഇപ്പം വ്യക്തിപരമായി അലീനയോട് മാത്രമാണ് ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അവളുടെ വീട്ടുകാർക്കും പോലീസുകാർക്കും സമുദായക്കാർക്കും എല്ലാം ഈ സത്യങ്ങൾ അറിയാമെങ്കിലും അവരെല്ലാം നിന്നെയും കൂടെ പ്രതിപട്ടികയിൽ ചേർക്കാനുള്ള മാർഗങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് പാടുപെടുന്നത്. നിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് തന്നെ അച്ഛനിപ്പോൾ ആഗ്രഹിക്കുന്നതെന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോഴേക്കും രോഹിത്ത് പറയുന്നുണ്ട്, അച്ഛാ അതിനവർ സമ്മതിക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? വെറുതെ അച്ഛൻ ഇനി എൻ്റെ കാര്യത്തിൽ നാണം കെടാൻ നിൽക്കേണ്ട. എൻ്റെ ജീവിതം അവസാനിച്ചു അച്ഛാ. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. കോടതിക്ക് മുമ്പിൽ ശരണ്യ മൊഴി മാറ്റി പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഇനി ഒരു രക്ഷയുണ്ടാവുള്ളൂ എന്നൊക്കെ തന്നെ രോഹിത്ത് പറയുകയാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതേ മോനെ, ഇതും പറഞ്ഞ് പോലീസുകാരുടെ മുമ്പിലേക്കൊന്നും നമുക്ക് ചെല്ലാനാവില്ല. അവർക്കൊക്കെ നമ്മളോട് എന്തോ മുൻവൈരാഗ്യം ഉള്ള പോലെ അവർ നമ്മളോട് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ മൊഴി മാറ്റി പറയാൻ അവരാരും അവളെ സമ്മതിക്കില്ല. അവരുടെയൊക്കെ സമ്മർദ്ദം ആ കുട്ടിയുടെ മേൽ നന്നായിട്ടുണ്ടെന്നും എനിക്കറിയാം. പോലീസുകാരോട് അവൾ 3 പേരെ തന്നെ പീഡിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പോലും രോഹിത്തിന്റെ പേരും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നിന്റെ പേര് മനഃപൂർവ്വം അവർ എഴുതി ചേർത്താന്നൊക്കെ തന്നെ പറയുകയാണ്. എന്തായാലും അങ്ങനെ നിന്നെ വിട്ടുകൊടുക്കാൻ ഞാനും തയ്യാറല്ല. എൻ്റെ മോനെ ഞാൻ പുറത്തിറക്കും. എൻ്റെ മോൻ നിരപരാധിയാണെന്ന് ഞാൻ കോടതിക്ക് മുമ്പിൽ തെളിയിക്കും. അതിന് ഏതറ്റം വരെയും പോകാൻ ഈ അച്ഛനുണ്ട്. അതുകൊണ്ട് മോൻ വിഷമിക്കേണ്ടെന്നൊക്കെ തന്നെ പറയുകയാണ് ബാലചന്ദ്രൻ. ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ മകൻ ജയിലിൽ കിടന്ന് ഈ നിറകയാതന അനുഭവിക്കുന്നത് കണ്ടു നിൽക്കാൻ അച്ഛനാവില്ലെന്നും ശരണ്യയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഈ മൊഴി മാറ്റി പറയിപ്പിക്കുമെന്നും നിന്നെ ഈ ഉരാക്കുടുക്കിയെന്ന് അച്ഛൻ തന്നെ പുറത്തു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് രോഹിത്തിനെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് രോഹിത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും എസ് എ രമേശൻ നമ്പ്യാരുടെയും അതുപോലെ സി എ ഗോപാലപ്പണിക്കരുടെയും ഇടയിലൊക്കെ ഈ നീക്കങ്ങൾ നടപടിയാകുമെന്നൊക്കെ ഉള്ളതും ആകെ സംശയത്തിലാണ്. അത് ഓർക്കുമ്പോൾ ബാലചന്ദ്രന് നല്ല ടെൻഷനും ആവുന്നുണ്ട്. എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടാതെ വരുമ്പോൾ അവസാനം ബാലചന്ദ്രൻ അലീനയോട് തന്നെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ശരണ്യമായിട്ടുള്ള അലീനയുടെ അടുപ്പം ഇതിനൊരു പോംവഴിയാകുമെന്നാണ് ബാലചന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരും വിശ്വസിക്കുന്നത്. ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അലീനയോട് സംസാരിക്കുന്നുണ്ട്. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അതുപോലെ സമുദായക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയൊക്കെ വലിയൊരു സമ്മർദ്ദത്തിന് കീഴിലാണ് അവൾ ഇപ്പോൾ താമസിക്കുന്നത് തന്നെ. അവൾക്ക് അവർ പറയുന്നത് അനുസരിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കോടതിയിൽ മൊഴി മാറ്റി പറയാൻ അവരാരും സമ്മതിക്കില്ല എന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ മോളെ. എന്നാലും നീ നിന്റെ ഭാഗത്തുനിന്നൊന്ന് ആലോചിച്ച് നോക്ക്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് നിന്റെ സ്വന്തം അനിയൻ കൂടിയല്ലേ. രോഹിത്ത് നിന്റെ സ്വന്തം സഹോദരൻ തന്നെയല്ലേ എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അലീനയ്ക്കും അതൊരുപാട് വിഷമാവുന്നുണ്ട് കേട്ടോ. അലീന പറയുന്നുണ്ട്, അച്ഛാ രോഹിത്തിന്റെ സ്വന്തം അനിയൻ തന്നെയാണ്. പക്ഷെ അന്ന് അവൻ അവിടെ പോയത് മോശം ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരുന്നല്ലോ. ഹരിയുടെയും കൂട്ടുകാരുടെയും ഒപ്പം പോകരുതെന്ന് നമ്മൾ എത്ര തവണ അവനെ വാൺ ചെയ്തു. എന്നിട്ടും അവൻ അനുസരിക്കാതെയല്ലേ അന്ന് അങ്ങോട്ടേക്ക് പോയത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അത് അവന്റെ പ്രായത്തിന്റെ പക്വത കുറവ് കൊണ്ടും കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ടുമല്ലേ അന്ന് അവൻ അങ്ങനെ ഒരു ചതിയിൽ പോയി പെട്ടത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും അവൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. അവന്മാർ ഇവനെ നിർബന്ധിച്ചപ്പോൾ പോലും അവൻ ഭയന്ന് പിന്മാറുകയല്ലേ ചെയ്തത്. അവിടെ നിറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവൻ അത് സാധിക്കാതെ വന്നുകൊണ്ടല്ലേ അവനും ആ പ്രതിപട്ടികയിൽ ഒരു അംഗമായി പോയത്. അവൻ അങ്ങനെ ഒരു ചതിയിൽ പെട്ടുപോയതെന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ പറയുക കേട്ടോ. അവനോട് ഈ ഒരൊറ്റ തവണ കൂടി ക്ഷമിച്ചൂടെ മോളെ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ സങ്കടത്തോടെ ചോദിക്കുകയാണ്. അലീനയ്ക്ക് ബാലചന്ദ്രന്റെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോഴേക്കും ഒരുപാട് വിഷമാവുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, അച്ഛന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. ഒരു തെറ്റും ചെയ്യാത്ത അവൻ ശിക്ഷ അനുഭവിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവുമില്ല. അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അതെങ്ങനെ സാധ്യമാകും അച്ഛാ? ഞാൻ ശരണ്യയോട് സ്നേഹം കാണിച്ചതും അവളോട് കരുണ കാണിച്ചതും അവളെ അവിടെ പോയി ശുശ്രൂഷിച്ചതും അവളെ എഴുന്നേൽപ്പിച്ചതും നടത്തിച്ചതും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതുമൊക്കെ എൻ്റെ മനസ്സിലെ നന്മ കൊണ്ടാണ്. അവൾ ബാധിക്കപ്പെട്ടവളാണല്ലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ്. ഈ സമയത്ത് അവളെ കൈപിടിച്ചുയർത്താനും അവൾക്ക് വേണ്ട ധൈര്യം കൊടുക്കാനും ഒന്നും ആരും ഉണ്ടാവില്ലെന്നുള്ളത് എനിക്കറിയാം. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും മറ്റേതൊരു പെൺകുട്ടികൾ ആഗ്രഹിക്കും പോലെ തന്നെ പഠിച്ച് നല്ല ജോലി മേടിച്ച് സ്വന്തം കാലിൽ നിൽക്കാനും ഒക്കെയുള്ള ഒരു പ്രാപ്തിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനന്ന് അവിടെ പോയത്. ഞാൻ അങ്ങനെ പോയതിൽ വേറൊരു ഉദ്ദേശവും ഇല്ല.
ചിലപ്പോൾ എൻ്റെ മനസ്സിലെ നന്മ അവൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും അവൾ ആ സത്യം എന്നോട് പറഞ്ഞത്. പക്ഷേ കോടതിക്ക് മുമ്പിൽ അവൾ ആ സത്യം തുറന്നു പറയുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല അച്ഛാ. അതുപോലെ ശരണ്യ എന്നോട് ഈ സത്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് അവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോയാൽ അവരെന്നോട് എങ്ങനെ പെരുമാറും എന്നുള്ളത് അച്ഛനെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് അവളുടെ അടുത്തേക്ക് പോയെന്ന് അവൾ എന്നെ തെറ്റിദ്ധരിക്കുകയല്ലേ അച്ഛാ. അത് മാത്രമല്ല, ശരണ്യ അവളുടെ അച്ഛനോടും അമ്മയോടും ഈ ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായിരിക്കും വിചാരിക്കുക? ശരണ്യയുടെ അത്രയും പോലും ചിന്തിക്കാൻ അവർ കൂട്ടാക്കില്ല. അവർ നേരെ പോലീസുകാരോടും സമുദായക്കാരോടും ഒക്കെ പറഞ്ഞാലുള്ള അവസ്ഥ എന്താകും? ഇത് കാട്ടുതീ പോലെ പടരുകയല്ലേ. വേണമെങ്കിൽ അച്ഛൻ എന്നെ മനഃപൂർവ്വം അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതാണെന്ന് വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാൻ ഒരു മടിയും കാണിക്കില്ല. അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ അടുത്ത പ്രശ്നം ആകെ ഉള്ളൂ അച്ഛനൊക്കെ തന്നെ അലീന പറയുകയാണ്. രോഹിത് അവളെ ഒന്നും തൊടുക പോലും ചെയ്തിട്ടില്ലെന്നുള്ളത് അവൾക്കും അവളുടെ വീട്ടുകാർക്കും പോലീസുകാർക്കും ഒക്കെ അറിയാം. എന്നാൽ പോലും കേസിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അവർ രോഹിത്തിനെ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തത്. ഇനി ശരണ്യക്ക് തന്നെ തോന്നണം അച്ഛാ. ശരണ്യ തന്നെ കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞാൽ മാത്രമേ രോഹിത് നിരപരാധിയാണെന്നുള്ളത് നമുക്ക് തെളിയിക്കാനാവുള്ളൂ. രോഹിത്തിനെ അവർ വെറുതെ വിടുകയുള്ളൂ. അല്ലാതെ പക്ഷം നമുക്കൊന്നും തന്നെ ചെയ്യാനാവില്ലെന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഒറ്റ തവണ കൂടി അച്ഛൻ്റെ അപേക്ഷയായിട്ട് തന്നെ നീ ഇത് കണക്കാക്കണം. ഒരേ ഒരു പ്രാവശ്യം കൂടി നീ ശരണ്യെ ഒന്ന് പോയി കാണണം. ശരണ്യെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കണം. എനിക്ക് ഉറപ്പാ മോളെ, നീ പറഞ്ഞ അവള് കേൾക്കും. രോഹിത് തെറ്റുകാരനാണെന്നുള്ളൊരു മനസ്ഥിതി അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൾ നിന്നോട് പറയില്ലായിരുന്നു. രോഹിത് നിരപരാധിയാണെന്ന് അവൾ തന്നെയല്ലേ മോളെ നിന്നോട് പറഞ്ഞത്. അല്ലാതെ നീ അവളുടെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടല്ലല്ലോ അവൾ നിന്നോട് സത്യം പറഞ്ഞത്. നിന്റെ മനസ്സും അവളോടുള്ള കരുണയും അവളോടുള്ള സ്നേഹമൊക്കെ കണ്ടിട്ട് അവൾ തന്നെയല്ലേ നിന്നോട് ഇത് പറഞ്ഞത്. അപ്പോൾ നീ പറഞ്ഞ അവൾ ഉറപ്പായും കേൾക്കും മോളെ. ഒറ്റ തവണ, ഒരേ ഒരു തവണ നീ അവളെ ഒന്നും കൂടി പോയി കാണണം. അവളോട് ഈ ആവശ്യം പറയണം. രോഹിത് നിരപരാധിയാണെന്ന് കോടതിയിൽ പറയണമെന്നും പറയുകയാണ്. അലീന പറയുന്നുണ്ട്, അച്ഛാ, അച്ഛൻ എന്നെ ഇത്ര നിർബന്ധിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും ശരണ്യെ പോയി കാണാം. ഞാൻ അവളോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു എന്ന് അവളുടെ വീട്ടുകാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വലിയ പ്രശ്നത്തിലേക്കാവുന്നൊക്കെ തന്നെ അലീന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രോഹിത് നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും എങ്ങനെ മോളെ അവനെ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ വിടുന്നത്? ഒന്നുമില്ലെങ്കിലും അവൻ നമ്മുടെ കുഞ്ഞല്ലേ. അവൻ ഒരു തെറ്റ് പറ്റിപ്പോയി. ക്ഷമിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ അവനുള്ളത്? നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളാലാവുന്ന ശ്രമങ്ങളൊക്കെ നമ്മളും നടത്തി എന്നുള്ളൊരു ആശ്വാസമെങ്കിലും ഉണ്ടാകുമല്ലോ. മോൾ എന്തായാലും ഒന്ന് പോയിട്ട് വാന്നൊക്കെ തന്നെ പറയുകയാണ്. അങ്ങനെ അലീന വീണ്ടും ശരണ്യെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെങ്കിലും അലീനയുടെ ആ വരവ് അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടാതെ സംശയത്തോടെയാണ് അവളെ നോക്കിക്കാണുന്നതും. ശരണ്യ അലീനയുടെ സത്യങ്ങൾ തുറന്നു പറഞ്ഞത് അലീന എവിടെയെങ്കിലും വെളിപ്പെടുത്തി കാണുമോ എന്നുള്ളൊരു പേടി അവരുടെ മുഖത്തുണ്ടായിരുന്നു. എന്നാൽ താൻ ശരണ്യെ സ്വാധീനിക്കാൻ വന്നതല്ലെന്ന് അവരുടെ മുമ്പിൽ തുറന്നു പറഞ്ഞ് അലീന ശരണ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഞാൻ ശരണ്യെ വാഗ്ദാനങ്ങൾ കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും മനസ്സ് മാറ്റിയെടുക്കാൻ വന്നതല്ല. ഞാൻ അവളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് മാത്രം പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് കയറുന്നത്. പക്ഷെ ശരണ്യയുടെ മുറിയിലേക്ക് അലീന ചെല്ലുമ്പോഴേക്കും അലീനയ്ക്ക് എന്തൊരു വല്ലാത്ത നിരാശയാണ് ഉണ്ടാക്കിയത്. ശരണ്യ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഓർത്തു ചേച്ചി എന്നെ എനിക്ക് കാണാൻ വരില്ലായിരിക്കുമെന്ന്. എന്തായാലും ചേച്ചി വന്നല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. രോഹിത് എന്നെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള സത്യം ഞാൻ ചേച്ചിയോട് വെളിപ്പെടുത്തിയതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും അതുപോലെ സമുദായക്കാരും ഒക്കെ ഇവിടെ വന്ന് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അലീന വന്നത് എന്തിനാണെന്ന് പറയാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ശരണ്യ പറയുക കേട്ടോ. ശരണ്യ പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ മൊഴി മാറ്റി പറഞ്ഞാൽ എല്ലാവരും എന്നെ കള്ളിയായിട്ട് മുദ്ര കുത്തുമെന്നും എന്നെ ഉപദ്രവിച്ച 3 പേർക്കും അർഹിച്ച ശിക്ഷ കിട്ടാതെ പോകുമെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. മൊഴി മാറ്റി പറയുന്നവളുമായിട്ടൊക്കെ മുദ്ര കുത്തി ഈ കേസ് തന്നെ ഇല്ലാതെ പോകും, അങ്ങനെ പ്രതികൾ രക്ഷപ്പെടും എന്നൊക്കെയാണല്ലോ ചേച്ചി എല്ലാവരും പറയുന്നത്. എൻ്റെ മുമ്പിൽ ഒരു മാർഗവുമില്ല ചേച്ചി. ഒരു തെറ്റും ചെയ്യാത്ത അയാൾ ശിക്ഷ അനുഭവിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. പക്ഷെ അതെങ്ങനെ സാധ്യമാകും? കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന എല്ലാ ഭവിഷ്യത്തുകളെക്കുറിച്ചും പോലീസുകാരും അതുപോലെ സമുദായക്കാരോടും അച്ഛനോടും അമ്മയോടും പറഞ്ഞ് അവരുടെ മനസ്സിനെ മടുപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അലീന ചേച്ചി ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നതുപോലും അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്നൊക്കെ തന്നെ പറയുക കേട്ടോ. അലീന പറയുന്നുണ്ട്, അത് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി മോനെ. ഇന്ന് ഞാൻ വന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമായില്ലെന്നുള്ളത് എനിക്കറിയാം. ഞാൻ നിന്നെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച് നിന്നെക്കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാൻ വന്നതാണോ എന്നായിരിക്കും ഇപ്പം അവരുടെ മനസ്സിലെ സംശയം എന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് കേട്ടോ അലീന. ഞാനിനി എന്താ ചേച്ചി ചെയ്യേണ്ടത് എനിക്കറിയില്ല. തെറ്റ് ചെയ്യാത്തവർ ശിക്ഷ അനുഭവിക്കേണ്ടെന്ന് തന്നെയാണ് എൻ്റെ മനസ്സും പറയുന്നത്. പക്ഷെ അതിന് എന്നെ ആരും സമ്മതിക്കുന്നില്ലല്ലോ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. മോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. മോളാണ് ഇവിടെ ഒരു തീരുമാനം എടുക്കേണ്ടത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണല്ലോ നിയമത്തിലും പറയുന്നത്. മോള് കാരണം ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നത് ശരിയാണോ മോളെ? അതുകൊണ്ട് ഇവിടെ തീരുമാനം എടുക്കേണ്ടത് മോളാണ്. മോൾ ഒരു ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കണം. മോളുടെ തീരുമാനത്തിനാണ് ഇവിടെ പ്രസക്തി. മോളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് മോൾ പറയണം എന്നൊക്കെ തന്നെ അലീന പറയുക കേട്ടോ. അപ്പോഴേക്കും അലീനയും ശരണ്യയും തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് ശരണ്യയുടെ അമ്മയും അച്ഛനും ഇങ്ങനെ പുറത്തു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അലീനയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അലീനെ അവർ സംശയത്തോടെ തന്നെയാണ് നോക്കുന്നതും.
ശരണ്യ ചോദിക്കുന്നുണ്ട് അലീനയോട്. ചേച്ചി, ആദ്യത്തെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. പിന്നീട് മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസിന്റെ ബലം കുറയുമെന്നും അവർക്ക് അർഹിച്ച ശിക്ഷ കിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അങ്ങനെ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർഭാഗത്ത് വാദിക്കുന്ന വക്കീല് എന്നെ ഒരു കള്ളിയാക്കി ചിത്രീകരിക്കുവോ? എന്നെ കള്ളിയാക്കി ചിത്രീകരിച്ച് പ്രതികളെ രക്ഷപ്പെടുത്തുമെന്നൊക്കെയുള്ള ഒരു സംശയം നമ്മുടെ ശരണ്യയുടെ മനസ്സിലുമുണ്ട്. നിരപരാധിയായ ഒരാളെ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ വിടുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല ചേച്ചി എന്ന് തന്നെ ശരണ്യ തുറന്നു പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, മോളെ, ഞാൻ മോളെ ഒന്നിനും നിർബന്ധിക്കില്ല. ഇപ്പൊ തന്നെ പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ മോളെ സ്വാധീനിച്ച് മൊഴി മാറ്റി പറയിപ്പിക്കാൻ വേണ്ടി വന്നതെന്നായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശമില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം, അതാണ് ഞാൻ മോളോട് ആദ്യം പറഞ്ഞത്. അതുപോലെ നിരപരാധിയായ ഒരാളെ ശിക്ഷ അനുഭവിക്കണോ വേണ്ടെന്നൊക്കെയുള്ളത് മോള് തന്നെ തീരുമാനിക്കണം. മറ്റാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയായിരിക്കരുത് മോള് കോടതിയിൽ മൊഴി പറയേണ്ടത്. മോളുടെ മനസാക്ഷിക്ക് എന്താണോ തോന്നുന്നത് അതായിരിക്കണം മോളുടെ തീരുമാനം. മോളുടെ അച്ഛനും അമ്മയും സമുദായക്കാരും പോലീസുകാരും രാഷ്ട്രീയക്കാരും എല്ലാം വന്ന് മോളെ സമ്മർദ്ദം ചെലുത്തുമായിരിക്കും. കോടതിയിൽ മൊഴി മാറ്റി പറയരുന്ന അവരൊക്കെ ഭീഷണിപ്പെടുത്തുമായിരിക്കും. ആ സമയത്ത് മോളുടെ മനസാക്ഷിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതായിരിക്കണം മോളുടെ തീരുമാനം എന്നൊക്കെ തന്നെ പറഞ്ഞ് അലീന ശരണ്യെ ഒന്ന് സമാധാനിപ്പിക്കുകയും അതോടെ ആത്മവിശ്വാസം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആരൊക്കെ എതിർത്താലും സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള വലിയൊരു ധൈര്യമാണ് കേട്ടോ ശരണ്യയ്ക്ക് ആ സമയത്ത് കിട്ടുന്നത്. അങ്ങനെ അതും പറഞ്ഞ് ശരണ്യെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് അലീന അവിടുന്ന് പോകുന്നുണ്ട്. അലീന അവിടുന്ന് പോയതിനു ശേഷം ശരണ്യയുടെ റൂമിലേക്ക് അവളുടെ അച്ഛനും അമ്മയും വന്നിട്ട് പറയുന്നുണ്ട്, മോളെ, അവൾ പറയുന്നൊന്നും മോള് കാര്യമാക്കണ്ട. കാര്യം അവൾ ഇങ്ങോട്ടേക്ക് വന്നു, മോളെ കൈപിടിച്ചുയർത്തി. മോളെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആ കുട്ടിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാം ചെയ്തു. അതൊന്നും ഞങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും മോളോട് ക്രൂരത കാണിച്ചവർക്ക് അർഹിച്ച ശിക്ഷ കിട്ടണ്ടേ മോളെ? അതിന് നമ്മളെ സഹായിക്കാൻ ഈ സമുദായക്കാരും പോലീസുകാരും രാഷ്ട്രീയക്കാരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മോൾ ഇവിടെ അടിപതറാതെ തന്നെ നിൽക്കണം. മോൾ ഇവിടെ മൊഴി മാറ്റി പറയാൻ നിൽക്കരുത്. അവർ പറയും പോലെ തന്നെ അവരുടെ കൂടെ മോള് നിൽക്കണം. അലീന പറയുന്നത് കേട്ട് മോള് മൊഴി മാറ്റി പറയാൻ നിൽക്കരുത്. അത് നമുക്ക് കടുത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നീട് നിന്നെ കള്ളിയാക്കി ചിത്രീകരിക്കാനും അവർക്കൊരു മടിയും ഉണ്ടാവില്ല. അവർക്ക് വലിയ ആൾക്കാരെ മോളെ, നമുക്ക് അവരുടെ മുമ്പിൽ പിടിച്ചെടുക്കാനായെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് ഇവരുടെ സപ്പോർട്ട് ആവശ്യമാണെന്നൊക്കെ തന്നെ പറഞ്ഞ് ശരണ്യയുടെ മനസ്സ് മാറ്റാനായിട്ടുള്ള വഴികളൊക്കെ നോക്കുകയാണ് കേട്ടോ അവരും. ശരണ്യ പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് മനസ്സിലായി അച്ഛാ, ആരാണ് ശരിയെന്നും ആരാണ് തെറ്റെന്നൊക്കെയുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. സത്യം കൈവിടാതെ ഉറച്ചു നിന്നാൽ എന്താണ് സംഭവിക്കുന്നതൊക്കെയുള്ളത് എനിക്ക് അലീന ചേച്ചിയിൽ നിന്നും മനസ്സിലായി. അലീന പറയുന്നത് കേട്ട് മോള് ബുദ്ധിമോശമൊന്നും കാണിക്കില്ല എന്നൊക്കെ തന്നെ ശരണ്യയുടെ അച്ഛൻ കരഞ്ഞു പറയുന്നുണ്ട് കേട്ടോ. ശരണ്യ പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, തെറ്റ് ചെയ്തവരെ അർഹിച്ച ശിക്ഷ തന്നെ അനുഭവിക്കുന്നൊക്കെ പറയുകയാണ് ശരണ്യ. അലീനയുടെ വരവും കാത്ത് ബാലചന്ദ്രൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. വന്ന പാട് തന്നെ അലീനയോട് ചോദിക്കുന്നുണ്ട്, മോളെ, നീ പോയ കാര്യം എന്തായി? ശരണ്യോട് സംസാരിച്ചോ? മൊഴി മാറ്റി പറയാൻ അവൾ സമ്മതിച്ചോ എന്നൊക്കെ തന്നെ ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അച്ഛാ, നമ്മൾ ഭയന്ന പോലെ തന്നെ സംഭവിച്ചു. ഞാൻ അവിടെ ചെന്നത് അവളെ സ്വാധീനിച്ച് മൊഴി മാറ്റി പറയിപ്പിക്കാനാണ് ഇപ്പം എല്ലാവരും വിചാരിച്ചേക്കുന്നത്. ഇത്രയും നാളും ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ എന്നെ സ്നേഹത്തോടെ കണ്ടിരുന്ന അവളുടെ അച്ഛനും അമ്മയൊക്കെ ഇന്ന് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് എന്നോട് പെരുമാറിയത്. എനിക്ക് അതിൽ തന്നെ മനസ്സിലായി. പിന്നെ എന്നോട് സത്യം വെളിപ്പെടുത്തിയതിൻ്റെ പേരിൽ ശരണ്യ ഒരുപാട് വഴക്ക് കേൾക്കേണ്ടി വന്നു. സമുദായക്കാരും പാർട്ടിക്കാരും ശരണ്യയുടെ അമ്മയും അച്ഛനും ഒക്കെ അവളെ ഒരുപാട് ചീത്ത പറഞ്ഞു. കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് അവളോട് പോയി എനിക്ക് മൊഴി മാറ്റി പറയണമെന്ന് പറയാൻ പറ്റുമോ അച്ഛാ? അതുകൊണ്ട് ഞാൻ അവളോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. മോളുടെ മനസാക്ഷിക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നത് മോൾ കോടതിയിൽ പറയണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതല്ലോ. ആ ഒരു നീതിബോധം മോക്കും ഉണ്ടാവണം. തെറ്റ് ചെയ്തവർക്ക് എന്തായാലും അർഹിച്ച ശിക്ഷ തന്നെ കിട്ടണം. തെറ്റ് ചെയ്യാത്തവരെ വെറുതെ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഞാൻ അവളോട് ചോദിച്ചിട്ടുണ്ട്. അവളുടെ മനസാക്ഷിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതായിരിക്കും വെച്ചാൽ അവൾ കോടതിയിൽ പറയാൻ പോകുന്നത്. പല ഭാഗത്തുനിന്നും അവൾക്ക് ഒരുപാട് സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് ശരണ്യ എന്താണ് കോടതിയിൽ പറയാൻ പോകുന്നത് എന്നുള്ളത് എനിക്കൊരു ഉറപ്പില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് അലീന. അലീനയുടെ വാക്കുകളിലും വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ ആകെ മനസ്സ് മടിച്ച ഒരു അവസ്ഥയിലാണ് ബാലചന്ദ്രനും. ഇനിയിപ്പോൾ തൻ്റെ മകൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള വഴികളെല്ലാം അടഞ്ഞു പോകുമോ? തൻ്റെ മകൻ ഇനി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയുമാണ് ബാലചന്ദ്രനുള്ളത്. അങ്ങനെ കോടതിയിൽ ഹാജരാകേണ്ട ദിവസമാണ്. അന്ന് കോടതിയിലേക്ക് പുറപ്പെടാനായിട്ട് ശരണ്യ റെഡിയായെങ്കിലും കോടതി മുറിക്കുള്ളിൽ എല്ലാവരും ഫേസ് ചെയ്ത് നിൽക്കണമല്ലോ എന്നൊക്കെ ഓർത്ത് അങ്ങോട്ടേക്ക് പോകാൻ മടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാവരും നിർബന്ധിച്ചെങ്കിലും അവൾ കോടതിയിൽ ഹാജരാകാൻ തയ്യാറാകാതെ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്ത് പോലീസുകാരും സമുദായക്കാരും പാർട്ടിക്കാരും എല്ലാവരും അവളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. കോടതിയിൽ എല്ലാവരുടെ മുമ്പിൽ ഹാജരാകാനും അതുപോലെ എല്ലാവരും ഫേസ് ചെയ്യാനുള്ള മടി കാരണം തന്നെ ശരണ്യ ഉടനെ അലീനയെ വിളിക്കുന്നുണ്ട്. അലീനയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, മോളെ, നീ പിന്മാറി നിൽക്കരുത്. നീ ഉറപ്പായും ഇന്ന് കോടതിയിൽ ഹാജരാകണം. നീ ഈ സമയത്ത് പേടിച്ച് മാറി നിന്നാൽ കോടതിയിൽ ഹാജരാകാതിരുന്നാൽ ആ ഹരിശങ്കറും അതുപോലെ അവരുടെ കൂട്ടുകാരും രക്ഷപ്പെടുകയല്ലേ? അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് മോളെ. അവർ തെറ്റുകാരാണ്. അവർക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടണം. അവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരിനിയും ഇതുപോലെ നിന്നെപ്പോലുള്ള എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് ഇല്ലാതാക്കാൻ പോകുന്നത്. അവരൊന്നും ഒരിക്കലും നന്നാകാൻ തീരുമാനിച്ചവരല്ല മോളെ. അതുകൊണ്ട് മോള് ഭയന്ന് പിന്മാറി നിൽക്കരുത്. മോളിവിടെ ധൈര്യമായിട്ട് തന്നെ കോടതിയിൽ ഹാജരാകണം. മോൾ അവർക്കെതിരെ മൊഴി പറയണം. അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ തന്നെ അവർക്ക് കിട്ടണമെന്നൊക്കെ തന്നെ അലീന പറയുക കേട്ടോ.
അങ്ങനെ അലീന നൽകിയ ധൈര്യത്തിന്റെ പുറത്താണ് ശരണ്യ കോടതിയിൽ ഹാജരാകുന്നത്. അലീന ഫോൺ വെച്ചതിന് ശേഷം ശരണ്യ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. അലീന ചേച്ചി പറഞ്ഞതാണ് ശരി. ഭയന്ന് പിന്മാറി കോടതിയിൽ ഹാജരാകാതിരുന്നിട്ടുണ്ടെങ്കിൽ ഹരിയും ഹരിയുടെ കൂട്ടുകാരും ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ ശിക്ഷ അവർക്ക് കിട്ടാതെ പോവില്ലേ? അതുകൊണ്ട് ഈ സമയത്ത് പേടിച്ച് മാറി നിൽക്കാനാവില്ല. അവർക്ക് അർഹിച്ച ശിക്ഷ തന്നെ കിട്ടണം. ഞാൻ ജീവനെ പോലെ സ്നേഹിച്ചവനല്ലേ എന്നോട് ഇമാതിരി ചതി ചെയ്തത്. അതുകൊണ്ട് ഇനി ഒരു പെൺകുട്ടികൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവർക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണമെന്നൊക്കെ ആ സമയത്ത് ശരണ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. കടുത്ത പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി തന്നെയാണ് ശരണ്യെ കോടതിയിൽ ഹാജരാക്കുന്നത്. ശരണ്യയുടെ അച്ഛനും അമ്മയും സഹോദരന്മാരും എല്ലാവരും തന്നെ ശരണ്യയുടെ ഒപ്പം ഉണ്ടായിരുന്നു. കോടതിയിൽ ബാലചന്ദ്രനും ഗോവർദ്ധനും അലീനയും അതുപോലെ ശിവശങ്കറും രാജീവനും കമലയൊക്കെ ഉണ്ടായിരുന്നു. ശരണ്യെ കൂട്ടിക്കൊണ്ട് പോകുന്ന കാണുമ്പോഴേക്കും കമല ഇരുന്ന് പിറുപിറുക്കി കേട്ടോ, ദേണ്ട പോന്നു ആ നശിച്ചവള്, ഇവള് കാരണം എൻ്റെ മോൻ ഇപ്പോൾ ജയിലിൽ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ശരണ്യെ ആക്ഷേപിക്കുകയാണ്. ആ സമയത്ത് ശിവശങ്കർ പറയുന്നുണ്ട്, ഇവളെ മനഃപൂർവ്വം ചതിച്ചത് നിന്റെ മോൻ തന്നെയല്ലേ? അവൻ ചെയ്ത തെറ്റുകളൊക്കെ നീ എന്താ കമലെ മറന്നുപോയോ? ഈ പെൺകുട്ടിയെ സ്നേഹം നടിച്ച അവൻ അവിടെ കൊണ്ട് റേപ്പ് ചെയ്യുക ചെയ്തത്. നിന്റെ മോൻ ചെയ്ത തെറ്റ് കാരണമാണ് നമ്മളിപ്പോൾ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടി ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ തന്നെ കമലയെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ് ശിവശങ്കർ. ശരണ്യ നടന്ന് നീങ്ങുമ്പോഴും അവിടെ അലീന ഉണ്ടോയെന്നാണ് ശരണ്യ നോക്കുന്നത്. അലീനയെ കാണുമ്പോഴേക്കും തന്നെ ശരണ്യക്ക് മനസ്സിന് ഒരു സമാധാനം ആവുന്നുണ്ട്. അലീനയെ കാണുമ്പോഴേക്കും അവളുടെ മനസ്സിൽ ഒരു ധൈര്യം ഉണ്ടാവുന്നുണ്ട്. അലീനയും പറയുന്നുണ്ട്, മോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. മോളുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നു മാത്രമേ പറയാവുള്ളൂ. ഇവിടെ മോളെ ആരും ഒന്നും ചെയ്യില്ല. മോള് ഭയപ്പെടുകയും വേണ്ടാന്നൊക്കെ തന്നെ പറഞ്ഞ് ശരണ്യെ ഒന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണ് അലീന. അങ്ങനെ കോടതിയിൽ കേസ് വിളിക്കുന്നുണ്ട്. പ്രതിക്കൂട്ടിലെ 4 പ്രതികളെയും ഹാജരാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിജീവിതയായ ശരണ്യയും അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള വക്കീലുമാരെ രണ്ടുപേരെയും മാറി മാറി ചോദ്യം ചെയ്യുന്നുണ്ട്. ശരണ്യ പറയുന്നുണ്ട്, ഹരിയും ഞാനും തമ്മിൽ കഴിഞ്ഞ 2 വർഷക്കാലത്തോളം സ്നേഹത്തിലായിരുന്നു. കല്യാണം കഴിച്ചോളാന്ന് അവൻ എനിക്ക് ഉറപ്പ് തന്നാണ്. കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോകാനാണെന്നും പറഞ്ഞാണ് അന്ന് ഇവൻ എന്നെ കൊണ്ടുപോയത്. അവിടെ ചെന്ന് എനിക്ക് മയക്കുമരുന്ന് തന്നെ എന്നെ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കിയായിരുന്നു എന്നൊക്കെ തന്നെ പറയുക കേട്ടോ. അങ്ങനെ ഒരാൾ വിളിച്ചാൽ ചാടിക്കയറി പോകുന്നത് ശരിയാണെന്നൊക്കെ ചോദിച്ചാൽ ശരണ്യെ ഒരുപാട് കുറ്റപ്പെടുത്താനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ശരണ്യയുടെ ഭാഗത്തു നിന്ന് വാദിക്കുന്ന വക്കീൽ പറയുന്നുണ്ട്, ഇവർ 4 പേരും കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും ഇവരിപ്പോൾ തന്നെ മയക്കുമരുന്നിന് അഡിക്റ്റ് ആണ്. 1-ാം പ്രതിയായ ഹരിയുടെ വീട്ടിൽ നിന്നും 2 പാക്കറ്റാണ് മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുള്ളത്. വലിയൊരു ഡ്രഗ് മാഫിയുമായിട്ട് തന്നെ ഇവർക്ക് ബന്ധമുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിനു മുമ്പും ഇവർ പല പെൺകുട്ടികളോടും ഇതുപോലെ മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അതിജീവിതയായ ശരണ്യ എന്ന പെൺകുട്ടിയുമായി ഇയാളെ നേരത്തെ സ്നേഹത്തിലാണെന്നും കല്യാണം കഴിച്ചോളാം എന്നുള്ള ഒരു വാഗ്ദാനം നൽകിയാണ് അവളെ ഇതുപോലെ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആഘോഷിക്കാനാണെന്ന് പറഞ്ഞാണ് ശരണ്യം കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയത്. എന്നിട്ട് ശരണ്യയ്ക്ക് മയക്കുമരുന്ന് നൽകി കൊടുത്ത് അവളെ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കുകയായിരുന്നു എന്നൊക്കെ തന്നെ അയാൾ ഇങ്ങനെ വാദിക്കുക കേട്ടോ. പ്രതികളുടെ പ്രായം കണക്കിലെടുത്ത് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണമെന്നും കുറഞ്ഞതൊരു 25 വർഷമെങ്കിലും അവർക്ക് ജയിൽവാസം അനുവദിക്കണം എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് അയാൾ വാദിക്കുന്നതും. പ്രതിഭാഗം വക്കീൽ പറയുന്നുണ്ട്, അവരുടെ പ്രായത്തിനെ കണക്കിലെടുത്ത് അവർക്ക് ശിക്ഷ കുറച്ച് കൊടുക്കണമെന്നും അവർക്കൊരു തെറ്റുപറ്റി പോയതാണെന്നും അവർക്ക് തിരുത്തി ജീവിക്കാൻ ഒരു അവസരം കൂടി നൽകണം എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് അയാളും വാദിക്കുന്നത്. എന്തായാലും പ്രതികൾക്കെതിരെ ചാർജ് എടുത്തിരിക്കുന്നത് പീഡന കേസും അതുപോലെ മയക്കുമരുന്ന് കേസും ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് 25 വർഷം ജയിൽവാസം എന്നുള്ള ശിക്ഷയേക്കാൾ കുറഞ്ഞൊരു ശിക്ഷയില്ലെന്നും. എന്നാൽ പ്രതിഭാഗം വക്കീല് ആ സമയത്തും ശരണ്യെ മാനസികമായി തളർത്താനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവളോട് വീണ്ടും വീണ്ടും നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഓരോന്ന് ചോദിക്കുകയും അവളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്തും ശരണ്യ നിറ കണ്ണുകളോടെ അലീനയാണ് നോക്കിയിരുന്നത്. പോലീസുകാർ നൽകിയ എല്ലാ തെളിവുകളും തന്നെ ജഡ്ജി വളരെ സൂക്ഷ്മതയോടെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ അവർ 4 പേരും കുറ്റക്കാരാണെന്ന് കോടതിക്ക് ബോധ്യമാവുകയാണ് കേട്ടോ. ആ സമയത്ത് തന്റെ നിസ്സഹായ അവസ്ഥയൊക്കെ ഓർത്തോണ്ട് തന്നെ ശരണ്യ അവിടെ പൊട്ടിക്കരയാട്ടോ. ശരണ്യയുടെ ഈ ഒരു മാനസികാവസ്ഥ പരിഗണനയിൽ എടുത്തുകൊണ്ട് തന്നെ ജഡ്ജി ശരണ്യോട് ചോദിക്കുന്നുണ്ട്, കുട്ടി ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. കുട്ടിക്ക് കോടതി മുമ്പാകെ എന്തെങ്കിലും ബോധ്യപ്പെടുത്താനുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. തനിക്ക് കിട്ടിയ അവസരം പാഴാക്കരുതെന്ന് ഓർത്തോണ്ട് തന്നെ ശരണ്യ രോഗത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ തുറന്നു പറയുകയാണ്. ശരണ്യ ആദ്യം തന്നെ ലീനെ ഒന്ന് നോക്കിയിട്ടാണ് കേട്ടോ ജഡ്ജിയോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്നെ ഈ 3 പേര് മാത്രമേ ഉപദ്രവിച്ചിട്ടുള്ളൂ എന്നും രോഹിത് നിരപരാധിയാണെന്നും അയാൾ എന്നെ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരണ്യ ജഡ്ജിക്ക് മുമ്പിൽ തുറന്നു പറയുന്നുണ്ട്. ഇത് ഈ കുട്ടി ആ സമയത്ത് ശരണ്യയുടെ വക്കീൽ പറയുന്നുണ്ട്, ഇത് ഈ കുട്ടി വെറുതെ പറയുന്നതാണ്. പ്രതിയുടെ വീട്ടിൽ ജോലിക്കായി നിൽക്കുന്ന അലീന എന്ന പെൺകുട്ടി 3-4 തവണ ശരണ്യെ കാണാൻ വന്നുവെന്നും ആ കുട്ടി ഓരോന്നൊക്കെ പറഞ്ഞ് അതിജീവിതയുടെ മനസ്സ് മാറ്റിപ്പിച്ചതാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതൊന്നും കണക്കിലെടുക്കാതെ പ്രതികൾക്ക് 4 പേർക്കും അർഹമായ ശിക്ഷ കൊടുക്കണമെന്നൊക്കെ തന്നെ അവർ വാദിക്കുന്നുണ്ടെങ്കിലും അലീന ആ സമയത്ത് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല സർ, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടല്ല ശരണ്യയുടെ അടുത്തേക്ക് ചെന്ന് എന്നും അവളെ ഒന്ന് സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ തന്നെ അലീന അങ്ങ് തുറന്നു പറയുകയാണ്.
അത് മാത്രമല്ല, തനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി എന്ന് അറിഞ്ഞപ്പോഴേക്കും പോലീസുകാരെയും സമുദായക്കാരെയും രാഷ്ട്രീയക്കാരെയും അതുപോലെ ശരണ്യയുടെ അച്ഛനും അമ്മയും എല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് തന്നെ ശരണ്യ നേരിട്ട സമ്മർദ്ദങ്ങളെല്ലാം തന്നെ അലീന കോടതിക്ക് മുമ്പിൽ തുറന്നു പറയുകയാണ്. അവളെ മാനസികമായും ശാരീരികമായും തളർത്തി ഒരു റൂമിൽ തന്നെ അടച്ചിരിക്കാനാണ് ഇവരെല്ലാവരും അവളോട് ആവശ്യപ്പെടുന്നത്. അവൾക്ക് നീതി കിട്ടണം, തക്കതായ നഷ്ടപരിഹാരം കിട്ടണം എന്നൊക്കെ മാത്രമാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത്. അവൾ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് വരണമെന്നോ മറ്റേതൊരു പെൺകുട്ടിയെ ആഗ്രഹിക്കുന്ന പോലെ പഠിച്ച് നല്ല ജോലി മേടിച്ച് നല്ല നിലയിലാകണമെന്നോ സ്വന്തം കാലിൽ നിൽക്കണമെന്നോ ഒക്കെ ആഗ്രഹമുള്ള പെൺകുട്ടിയാണ് അവളും. അവളുടെ ഈ ആഗ്രഹങ്ങൾക്കെല്ലാം തടയണയിടുന്നത് ഈ രാഷ്ട്രീയക്കാരും സമുദായക്കാരുമാണ്. അതിജീവിത എന്നാൽ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം പോലും. അത് എവിടുത്തെ ന്യായമാണ് സാർ? അതിജീവിതങ്ങൾക്കൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ? അവളൊരു കൊച്ചു പെൺകുട്ടിയല്ലേ? അവൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം നേടിയെടുക്കാൻ അവൾക്ക് ഒരു അവകാശവും ഇല്ലേ? അവൾക്ക് ചുറ്റും എത്ര പേരുണ്ടെങ്കിലും അവളെ ഈ ഒരു സാഹചര്യത്തിൽ ചേർത്ത് പിടിക്കാനോ സംഭവിച്ചതൊക്കെ മറന്നു കളഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് അവളെ തിരികെ കൊണ്ടുവരാനോ ആരും തന്നെ കാണില്ലെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് സാർ ഞാൻ അവളുടെ അടുത്തേക്ക് പോയത്. അല്ലാതെ അവളുടെ മനസ്സ് മാറ്റി പ്രതികളെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഇവിടെ ആർക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ തക്കതായ ശിക്ഷ കിട്ടണമെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശരണ്യെ സംരക്ഷിക്കാനും അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ പോയെന്നൊക്കെ തന്നെ അലീന അവിടെ വാദിക്കുന്നുണ്ട്. അതോടൊപ്പം പോലീസുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും സമുദായക്കാരുടെയൊക്കെ ഭീഷണിയും അവരെങ്ങനെയാണ് ശരണ്യോട് പെരുമാറിയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. ശരണ്യ ആ സമയത്ത് സത്യങ്ങൾ തുറന്നു പറഞ്ഞെങ്കിലും കേസിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ രോഹിത്തിന്റെ പേരും കൂടി ചേർത്തതെന്നും രോഹിത് ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നും ശരണ്യ തന്നെ എന്നോട് തുറന്നു പറഞ്ഞ കാര്യമാണെന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്. അവസാനം ശരണ്യ പറഞ്ഞത് തന്നെയാണ് സത്യം എന്നുള്ളത് ജഡ്ജിക്ക് മനസ്സിലാവുകയാണ്. അവർ രോഹിത് നിരപരാധിയാണെന്നും മനഃപൂർവ്വം അവനെ കൂടി കേസിലേക്ക് വലിച്ചഴിച്ചിട്ടതാണെന്നും പോലീസുകാരും രാഷ്ട്രീയക്കാരും സമുദായക്കാരും എല്ലാവരും ചേർന്നാണ് ഇങ്ങനൊരു നാടകം കളിച്ചെന്നൊക്കെയുള്ളത് ജഡ്ജിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വിമർശിച്ചുകൊണ്ടാണ് ജഡ്ജി ഒരു തീരുമാനം എടുക്കുന്നതും. മറ്റു പെൺകുട്ടികളെ പോലെ തന്നെ ശരണ്യ ഇനിയും പഠനത്തിൽ മുന്നോട്ട് വരണമെന്നും അവൾ പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്നും നല്ലൊരു ജോലി അവൾക്ക് കിട്ടണമെന്നും ഒക്കെ തന്നെയാണ് ജഡ്ജിയും പറയുന്നത്. അതിജീവിതയായ പെൺകുട്ടികളോട് സമൂഹത്തിലുള്ളവർ എങ്ങനെയാണ് പെരുമാറുന്നതെന്നും സ്വന്തം വീട്ടിൽ നിന്ന് പോലും അവൾക്ക് വേണ്ട ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നൊക്കെയുള്ളത് ജഡ്ജി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അലീന ചെയ്ത കാര്യങ്ങളൊക്കെ നല്ലതാണെന്നും അതിൻ്റെ പേരിൽ അലീനെ ആരും വിമർശിക്കുകയും ചെയ്യേണ്ടെന്നൊക്കെ ജഡ്ജി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ അവസാനം എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ കോടതി വിധി വരികയാണ് കേട്ടോ. ശരണ്യെ സ്നേഹം നടിച്ച് ചതിച്ച ഹരിക്കും ഹരിയുടെ ഫ്രണ്ട്സിനും വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ടും കഠിന തടവും ശിക്ഷ വിധിക്കുകയാണ്. അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത രോഹിത്തിനെ നിരപരാധിയാണെന്നും പറഞ്ഞ് കോടതി വെറുതെ വിടുകയും ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രനും ഗോവർദ്ധനും അലീനയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതേസമയത്ത് ശിവേട്ടന് ചെറിയ സങ്കടമൊക്കെ ഉണ്ടെങ്കിലും കമലയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ ഇരിക്കുക കേട്ടോ. അലീനയെ വലിച്ചു കയറാനുള്ള ദേഷ്യമുണ്ട്. സ്വന്തം മകനാണ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തെങ്കിലും അതിനെല്ലാം കാരണം രോഹിത്താണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ. അവസാനത്തെ രോഹിത് നിരപരാധിയാണെന്ന് അലീനെ തെളിയിക്കുകയും ചെയ്തു. സ്വന്തം മകനെ കഠിന തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തതിൻ്റെ ഒരു അമർഷമാണ് കമലയുടെ മുഖത്ത്. രാജീവനും വൈജയുടെ മോൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ. എന്തായാലും കോടതി വിധിക്ക് ശേഷം പുറത്തേക്ക് വരുന്ന ശരണ്യയും വീട്ടുകാരെയും വളഞ്ഞോട് തന്നെ രാഷ്ട്രീയക്കാരും സമുദായക്കാരും എല്ലാം ശരണ്യയുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ചൂടാവുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ, എന്നിട്ടും ഇതുപോലൊരു തിരിച്ചടിയാണല്ലോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവർ ദേഷ്യപ്പെടുന്നതും. അതേസമയത്ത് തന്നെ അലീനയും അതുപോലെ ബാലചന്ദ്രനും രോഹിത്തും ഒക്കെ അങ്ങോട്ടേക്ക് വന്നിട്ട് ശരണ്യയുടെ വീട്ടുകാരോടും ഒക്കെ മാപ്പ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ തന്നെ ശരണ്യയോട് നന്ദി പറയുന്നുണ്ട്. മോളിങ്ങനെ ധൈര്യത്തോടെ നടന്ന കാര്യങ്ങൾ കോടതിക്ക് മുമ്പിൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മോനും തെറ്റുകാരനാണെന്ന് കോടതി വിധി വന്നേനെ. എന്തായാലും മോള് ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ്. മോൾ ഇനി ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. മോക്കിനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മോളുടെ എല്ലാ പഠിപ്പും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. മോൾ പഠിച്ച് നല്ല നിലയിലെത്തും. നല്ല ജോലി മോക്ക് കിട്ടും. മോക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. മോളിനി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. സമുദായക്കാരും പാർട്ടിക്കാരും ഒക്കെ നിങ്ങളെ തള്ളിപ്പറയുകയോ ആക്ഷേപിക്കുകയോ എന്തെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. മോള് നല്ല നിലയിൽ പഠിച്ച് നല്ല ജോലി മേടിച്ച് നല്ല ബോൾഡായിട്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ തന്നെ പറഞ്ഞ് ശരണ്യയുടെ അച്ഛനും അമ്മയ്ക്കും ഒന്ന് ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ. അലീനെ ശരണ്യെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, മോള് എന്തായാലും ധൈര്യം കാണിച്ചല്ലോ. എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു മോള് പറയാതിരിക്കുമോ എന്നൊക്കെയുള്ളത്. എന്തായാലും മോളുടെ മനസ്സാക്ഷിക്ക് ശരിയും തോന്നിയ കാര്യമാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ പല വിമർശനങ്ങളും ഉണ്ടായേക്കാം. അതൊന്നും മോള് കാര്യമാക്കണ്ട. മോളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നാൽ മതി. മോളെ ഉപദ്രവിക്കാൻ ആരും ഇനി വരില്ല. മോള് പഠിച്ച് നല്ല മിടുക്കിയായിട്ട് തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അലീന. അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാതിരുന്ന കമലയ്ക്കാണെങ്കിലോ നേരെ തിരിച്ചടിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. തൻ്റെ മകൻ ഇനി ജയിലിലാവുമല്ലോ എന്നോർത്തുകൊണ്ട് തന്നെ കമല പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ അലീനയുടെ വലിയ മനസ്സ് തിരിച്ചറിയുന്ന രോഹിത് കരഞ്ഞോട് തന്നെ അലീനയുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇത്രയും നാളും താൻ അനുഭവിച്ച എല്ലാ മാനസിക വിഷമങ്ങളും കണ്ണീരോടുകൂടി തന്നെ അവൻ അലീനയോട് പറയുകയാണ്. സാരമില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അലീനെ സമാധാനിപ്പിക്കുന്നുണ്ട്. തന്നെ വെറുതെ രക്ഷിക്കുക മാത്രമല്ലല്ലോ ചെയ്തത്, താൻ അങ്ങനെ ഒരു തെറ്റേ ചെയ്തിട്ടില്ല എന്നത് കോടതിക്ക് മുമ്പിൽ തന്നെ വെളിപ്പെടുത്തുകയാണല്ലോ ചെയ്തത്. അത് അലീന കാരണമാണെന്നൊക്കെയുള്ളത് രോഹിത് ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം കാത്ത അലീനയോട് അവൻ കടപ്പെട്ടിരിക്കുകയാണെന്ന് അവൻ ആ നിമിഷം തോന്നുകയാണ്.
അലീന പറയുന്നുണ്ട്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും നീ നന്നായി ജീവിക്കണം, നല്ലപോലെ പഠിച്ച് അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നല്ല നിലയിലെത്തണം. ഇനി ഇതുപോലെയുള്ള തെറ്റുകളിലേക്കൊന്നും ചെന്ന് ചാടാതെ നല്ല നിലയ്ക്ക് ജീവിക്കണം എന്നൊക്കെ തന്നെ പറഞ്ഞ് രോഹിത്തിനെ സമാധാനിപ്പിക്കുകയാണ് അലീന. അങ്ങനെ ഒടുവിൽ രോഹിത്ത് അലീനയുടെ മനസ്സ് തിരിച്ചറിയുകയാണ്. അലീന തങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ വന്നവളല്ല, മറിച്ച് താങ്ങും തണലുമായി നിന്ന് എല്ലാവരും രക്ഷപ്പെടുത്താനാണ് വന്നതെന്നൊക്കെയുള്ളത് മനസ്സിലാക്കിയാണ് രോഹിത്ത്. അങ്ങനെ രോഹിത്തിനെയും കൂട്ടി ബാലചന്ദ്രനും അലീനയും സന്തോഷത്തോടെ തന്നെ തിരിച്ച് വീട്ടിലേക്കും പോകുന്നുണ്ട്.